പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാരംഭമായി വായിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് തെസ്സലോനിയൻ ചാപ്റ്റർ 5 വേഴ്സ് ഫ്രം 16 to 18. Give thanks in all circumstances, for this is God's will for you in Christ Jesus. Rejoice always, pray continually, give thanks in all circumstances, for this is God's will for you in Christ Jesus. അതിൻ്റെ മലയാളവും ആരെങ്കിലും എടുത്തവരൊന്ന് വായിക്കാം. അവിടെ വരെ മതി, അതൊന്നുകൂടെ ഒന്ന് വായിക്കായോ ആദ്യം വായിച്ച്. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിക്കുക. പ്രേ കണ്ടിന്യൂലി, നിരന്തരമായി പ്രാർത്ഥിക്കുക. ഗീവ് താങ്ക്സ് ടു ഗോഡ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്, എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് കരങ്ങൾ ഉയർത്തി നന്ദി പറയുക. ഫോർ ദിസ് ഈസ് ഗോഡ്സ് വിൽ ഫോർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ളതായ, നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ പരമോന്നതമായ ഹിതം. പ്രൈസ് ഗോഡ്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, the children of God, they have to lead a life as according to the perfect will of God. ദൈവത്തിൻ്റെ സമ്പൂർണമായ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ദൈവ പൈതൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So we have to keep our life always into the center of the will of God. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിലയുറപ്പിച്ചുകൊണ്ട് നിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. That means we have to lead a life which is God-centered, ദൈവത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം. Which means word-centered, ദൈവത്തിൻ്റെ വചനത്തിൽ ആധാരമായ ഒരു ജീവിതം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ലോകസ്ഥാപനം മുതൽ, വേദപുസ്തകം പരാമർശിക്കുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ നാം പരിശോധിക്കുമ്പോൾ വളരെ ശക്തമായി ദൈവഹിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിലയുറപ്പിച്ചുകൊണ്ട് ജീവിതം നയിച്ച അനേക ഭക്ത ശിരോമണികളെ, അനേക ഭക്തന്മാരെ, ഭക്തമതിമാരെ നമുക്ക് കാണാൻ കഴിയും. ആ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അവരുടെ മുൻപിൽ ദൈവമായിരുന്നു ഒന്നാമതായിട്ടുള്ളത്. They always preferred the counsel of God. ദൈവത്തിൻ്റെ ആലോചന അവരൊന്നാമതായി അവരുടെ ജീവിതത്തിൽ പരിഗണിച്ചിരുന്നു. So today also God is eagerly waiting for us that we have concentrate our thoughts and our everything to center into the will of God. ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തിൽ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം, സ്ഥാനത്ത് നിന്ന് വ്യതിചലിക്കാതെ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നുകൊണ്ടുള്ളതായ ഒരു ജീവിതം. ഹല്ലേലൂയ, സ്തോത്രം. നാം എല്ലാവരും അസാധാരണമായ ദൈവപ്രവർത്തികളെ ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും വിവിധ തരമായ ആവശ്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മെ നടത്താൻ കഴിയുന്ന വലിയവനായ ഒരു ദൈവം, ഹല്ലേലൂയ,
ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിറച്ച് നമ്മെ സഹായിക്കുവാൻ താല്പര്യപ്പെടുന്നു. എത്ര പേർക്ക് നിറയണമെന്ന് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് എൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വേണമെന്ന് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ! ദൈവത്തെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ശ്രദ്ധാപൂർവം വചനത്തോട് റെസ്പോണ്ട് ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കട്ടെ. നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷനും പ്രൊവിഷൻസും ദൈവത്തിൻ്റെ ഡയറക്റ്റ് കൺസേണും ആ വ്യക്തികളിലുണ്ട്, ആ വ്യക്തികളെക്കുറിച്ചുണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം പ്രാരംഭത്തിൽ നാം ഓർത്തിരിക്കട്ടെ. ഗ്ലോറി ബി ടു ഗോഡ്. അബ്രഹാമിനെ നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് 1-ാം സ്ഥാനം കൊടുത്ത ആളാണ്. കാരണം ആ കമ്മിറ്റ്മെന്റ്, ആ കോൾ നാം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി തൻ്റേതായിട്ട് ഉണ്ട് എന്ന് പറയുവാൻ കഴിയുന്നതെല്ലാം സറണ്ടർ ചെയ്യുവാൻ, ദൈവഹിതത്തിനു വേണ്ടി വഴിമാറ്റി കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നതായി കാണുന്നു. ഹല്ലേലൂയ! If one comes to surrender their life, come to stand in the center of the will of God, the same process will happen into our life also. നമ്മുടെ ജീവിതത്തിൽ നാം അപ്രകാരം സമർപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ളതായ ഒരു സമർപ്പണം നമ്മിലുണ്ടാകും. നാം എന്ന് ചിന്തിക്കുന്നതും നമുക്കുണ്ടെന്ന് ചിന്തിക്കുന്നതും നാം എന്ന് പറഞ്ഞ് നമ്മളാൽ ഉണ്ടാക്കിയിരിക്കുന്നതായ ഫ്രോഡ് ഐഡന്റിറ്റി എന്ന് എന്തുകൊണ്ട് വിശേഷിപ്പിച്ചു എന്ന് നിങ്ങൾ ചോദിക്കും. ഫ്രോഡ് ഒരു നെഗറ്റീവ് വാക്കാണെങ്കിലും ഈ ലോകത്തിൽ നാം ഉണ്ടാക്കി വയ്ക്കുന്ന ഐഡന്റിറ്റിയും നമ്മളാൽ പണിയപ്പെട്ടുയർത്തിയിരിക്കുന്ന സൗധങ്ങളുമെല്ലാം ഇവിടെ അവസാനിച്ചു പോകുന്നതാണ്. There is no protection. There is no coverage. ലൈഫ് കവറേജ്, ഇൻഷുറൻസ് ഒക്കെ പറയത്തില്ലേ? ആ ഉണ്ടാക്കി വെക്കുന്നതിനൊന്നും എന്തില്ല, ദൈവത്തിൻ്റെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കവറേജ് ഇല്ലെന്ന്. ഹല്ലേലൂയ! എന്നാൽ when we come into the center of the will of God, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നാം വരുമ്പോൾ ആ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ! ദൈവം ഏറ്റെടുക്കുകയാണ്. ദൈവം അവരെ കരുതാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് അവർക്ക് വേണ്ടി ഓപ്പൺ ആകുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ലീഡിങ്, നടത്തിപ്പ് അവർക്ക് അനുഭവമാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ പകൽക്കാലം ദൈവവചനം കൊണ്ട് നമ്മുടെ ജീവിതവും ഹൃദയവും ഉത്തേജിക്കപ്പെടട്ടെ, കൂടുതൽ എൻകറേജ് ആകുവാനായിട്ട് ഇടയാകട്ടെ. അബ്രഹാം അവിടുന്ന് ജേണി ആരംഭിച്ചു. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന ദൈവത്തിൻ്റെ വാക്കുകളോടുകൂടിയാണ്. ഹല്ലേലൂയ! അതൊരു ദിവസം കൊണ്ടോ ഒരു ഡിസിഷൻ കൊണ്ടോ ഒരു മൊമെൻ്ററിലി മാത്രമുണ്ടാകുന്ന ഒരനുഭവം കൊണ്ടല്ല, പിന്നെയോ ഒരു ലൈഫ് ടൈമിൽ ദൈവത്തോട് കൂടെ നടന്ന് ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിച്ച് ക്രിയാത്മകമായും പോസിറ്റീവായും പ്രതികരിച്ച് മുന്നേറിപ്പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി വാർത്തെടുക്കുവാനിടയാകുന്നത്. ലോകം ഇന്നോളം കണ്ടിട്ടുള്ള സകല വിശ്വാസ സമൂഹത്തിൻ്റെയും പിതാവെന്ന പേരിൽ അറിയപ്പെടുവാനിടയായതിൻ്റെ കാരണം ഒരു ദൈവം കൊണ്ടുവന്ന് നിർത്തിയ ഏറ്റവും ലോവർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹല്ലേലൂയ പടിപടിയായി കയ്പിൻ്റെയും ബിറ്റർനെസ്സിൻ്റെ, വേദനകളുടെ, റിജക്ഷൻ്റെ, ഏകാന്തതയുടെ, ലോൺലിനെസ്സിൻ്റെ, അങ്ങനെ അനേകമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കുകയും ദൈവത്തിൻ്റെ ആലോചനയെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് ആ യാത്ര താൻ മുൻപോട്ട് നയിച്ചു. അതാണ് അത്തരത്തിലുള്ളൊരു ക്രെഡൻഷ്യൽ നേടിയെടുക്കുവാനായിട്ട്
ഇടയായത്. നമ്മെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നുമല്ല. പൗലോസ്ലീഹ കണ്ട വെളിപ്പാട് ഈ അബ്രഹാമിൻ്റെ ജീവിതവുമായി ഇവിടെ നാം കേൾക്കേണ്ടതായ ആ ജീവിതാനുഭവമായി നോക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, ഡു നോട്ട് ബി ആങ്ഷ്യസ്, നിങ്ങൾ വിചാരപ്പെടരുത്, എല്ലാം സ്തോത്രത്താലും എല്ലാം പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ മുൻപാകെ അർപ്പിക്കുക അത്രേ വേണ്ടത്. ഇങ്ങനെയുള്ളതായ ഒരു അർപ്പണ ജീവിതത്തിലൂടെയാണ് നമ്മളുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ഇടയാകുന്നത്. ജീവിതം ധന്യമായി തീരുവാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? മുമ്പേ ഞാൻ ചോദിച്ചു, ഡ്രീംസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ദൈവം നൽകുന്ന ഡ്രീം, അതുവണ്ണം തന്നെ ജീവിതം ഏറ്റവും മീനിങ് ഫുൾ ആകുക, ധന്യമാകുക എന്ന് പറയുമ്പോൾ അർത്ഥപൂർണമാകുന്ന ജീവിതമാകുക ആഗ്രഹിക്കാത്ത ആരുമില്ല. ദൈവവചനത്തിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ഇനോർമസ് ആയിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളതായ, ഗ്രാറ്റിറ്റ്യൂഡുള്ളതായ ഒരു ജീവിതം ആവശ്യമാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. വി ഹാവ് ടു ലീവ് എ ലൈഫ് വിത്ത് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതായ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ നിന്നുണ്ടാകണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിലും അതുപോലെ ലോകത്തിൻ്റെ മുൻപിലും നമുക്ക് നന്നായി നമ്മളെ പ്രസൻറ്റ് ചെയ്യുവാനും നമ്മുടെ ജീവിതം നയിപ്പാനും ഇടയാകത്തുള്ളൂ. അനേകമായ ദൈവപ്രവർത്തികൾ ജീവിതത്തിലേക്ക് അനുഭവമാക്കുന്നതിന് സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ടുള്ളത് ഓരോ പദങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ തടസ്സമെന്ന് പറയുന്നത് ദൈവത്തോട് താങ്ക്ഫുൾ അല്ലാത്ത ഒരു ജീവിത ശൈലി. ഹല്ലേലൂയ. വിശുദ്ധാരാധനയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്ന ഈ വേളയിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ അവൻ്റെ വചനം ധ്യാനിക്കുന്ന ഈ വേളയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന, ആധ്യാത്മിക ഗോളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് വൈറസ് എന്ന് പറയുന്നത് ദൈവത്തോട് നന്ദി ഇല്ലാത്ത അനുഭവമാണ്. ഹല്ലേലൂയ. അനേകരും അങ്ങനെ ചിന്തിക്കുന്നു, ഇത് ദൈവത്തിൽ നിന്നല്ല. ഒരു വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്നു. വേദപുസ്തകത്തിൽ അനേകം ഉദാഹരണങ്ങളുണ്ട്. ആ വിടുതൽ കരങ്ങളിൽ എത്തുന്നതിന് മുൻപേ അടുത്തൊരു വിഷയവുമായി മല്ലടിക്കാൻ തുടങ്ങിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വളരെ ശക്തമായിട്ട് ദൈവാത്മാവ് നമ്മെ സ്വാധീനിച്ച് ഒരു ജയത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നന്ദി പറയാൻ സമയമില്ലാത്ത അനുഭവം, പ്രാർത്ഥനയിൽ പോലും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന അനുഭവങ്ങൾ, അൺവാണ്ടഡ് ആയിട്ടുള്ളതായ ദൈവം തൻ്റെ മക്കൾ പ്രിയോറിറ്റൈസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് പോകുന്ന, അൺഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു മിസ്ലീഡ് ചെയ്യപ്പെട്ടതായ ഒരു അവസ്ഥയിലൂടെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഗ്രസിക്കാൻ പാടില്ല. ഹല്ലേലൂയ. എണ്ണി എണ്ണി ദൈവത്തിന് നന്ദി പറയാൻ സമയമില്ല. അപ്പോൾ അത് തെറ്റായ രീതിയിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ മഹത്വം, പുകഴ്ത്തൽ, ഉയർച്ചകൾ, ബോസ്റ്റിംഗ്, ഇതിലൊക്കെ മനുഷ്യൻ ഇങ്ങനൊരു കോക്കസിനകത്ത് ഇവന് ഒതുങ്ങിപ്പോകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഇത് പൈശാചികമായിട്ടുള്ളതാണ്. രക്തത്താൽ ജയം ദൈവം ആഗ്രഹിക്കുന്നു. അബ്രഹാം കൂടാരം നീക്കി മുൻപോട്ട് പോകുമ്പോഴും എവിടെയൊക്കെ കൂടാരം ഉറപ്പിക്കുവാൻ നിർദ്ദേശം ലഭിച്ചോ, ആദ്യം അബ്രഹാം ചെയ്തത് എന്താണ്? അവിടെ അബ്രഹാം ആദ്യം ഒരു യാഗപീഠം പണിത്
ദൈവത്തെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. വീട്ടിൽ നിന്നും പലായനം ചെയ്തു പോയ യാക്കോബ് ആ ലൂസ് പട്ടണത്തിൽ വന്ന് അർദ്ധരാത്രിയിൽ ഏകാന്തതയിൽ ജീവിതം തകർന്നു എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും എൻകൗണ്ടറും അനുഭവിച്ച അദ്ദേഹം ഒരു തീരുമാനമെടുത്തിരുന്നു. എന്നെ എൻ്റെ പിതാക്കന്മാരുടെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നാൽ ഞാൻ നിനക്കിവിടെ യാഗപീഠം പണിത് നിന്നെ ആരാധിക്കും. സോ അപ്പോൾ യാക്കോബിന് അമ്മയെ അറിയാം, മടക്കിക്കൊണ്ടുവരുന്നവൻ ആരാണ്? ദൈവമാണ്. അവിടെ വെച്ചൊരു പാർഷ്യൽ ഹല്ലേലൂയ റെവലേഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ അനുഗ്രഹമൊന്നും കളിപ്പിച്ചു വാങ്ങിക്കുന്നതല്ല. അനുഗ്രഹങ്ങളൊന്നും സൂത്രത്തിലൂടെ ഷോർട്ട് വേയിലൂടെ നേടാൻ കഴിയത്തില്ല. അതെല്ലാം താൽക്കാലികമാണ്. യഥാർത്ഥമായി നമ്മെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ദൈവമാണ് എന്നുള്ള കാഴ്ചപ്പാട്. ഹല്ലേലൂയ. ദൈവമാണ് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാഴ്ചപ്പാട് പ്രിയമുള്ളവരെ നമ്മിൽ നിറയുമ്പോൾ നമ്മളെപ്പോഴും ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറയുന്ന ആറ്റിറ്റ്യൂഡിൽ നമ്മൾ മാറിക്കഴിയും. കാരണം അതിലൂടെയുള്ള നമുക്ക് രക്ഷ, അതിലൂടെയുള്ള നമുക്ക് വളർച്ച, അതിലൂടെയുള്ള നമ്മുടെ ഉയർച്ച, അതിലൂടെ മാത്രമേ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം ലോകത്തിൻ്റെ മുൻപിലും ദൈവത്തിൻ്റെ മുൻപിലും കാഴ്ചവെക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവസഭ, ഇവിടെ കൂടിയിരിക്കുന്ന ദൈവജനം ദൈവത്തോട് നന്ദി പറയുവാൻ തുടങ്ങട്ടെ. ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയട്ടെ. ചെയ്തതൊക്കെ ചെയ്തതെന്ന് അംഗീകരിക്കുവാൻ, നൽകിയതൊക്കെ നൽകിയതാണെന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം ചങ്കൂറ്റത്തോടെ ദൈവസഭ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാ വരങ്ങളും എല്ലാ തികഞ്ഞ ദാനങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ദൈവിക കൃപകളും ദാനങ്ങളും പ്രാപിച്ച ദൈവ ഇതെല്ലാം എൻ്റെ ദൈവത്തിൽ നിന്നാണ് പുറപ്പെട്ടു വന്നതെന്ന് ഓർത്ത് ദൈവസഭ സ്തുതിക്കട്ടെ. ചുടബൽ ഖമന, അവിടെ തന്നെ വിടുതൽ തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ സ്തോത്രം കൺവെർട്ട് ചെയ്ത് ഒരു സ്തുതിയിലേക്ക് കയറുമ്പോൾ അത് സ്തുതിയുടെ ഹല്ലേലൂയ ഉയരങ്ങളിലേക്ക് മൗണ്ട് അപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സിനാരിയോ മാറും. ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാനിടയായി തീരും. Glory be to God. Glory be to God. Our God is a provider. For the children of God, there is a provision from God. ദൈവത്തിൽ നിന്നുള്ളതായ പ്രത്യേക കരുതൽ. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലൊക്കെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കുന്ന BPL കാർഡുണ്ട്. പിന്നെ ഏത് കാർഡാണുള്ളത്? പല കാർഡുകളുണ്ട്, ക്ലാസിഫൈഡ് ചെയ്തിരിക്കുകയാണ്. അതൊരു പ്രൊവിഷൻ ഒരുക്കിയിരിക്കുകയാണ്. ബിലോ പോവർട്ടി ലൈൻ, എബവ് പോവർട്ടി ലൈൻ, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈഡ് ചെയ്തുകൊണ്ട് നിശ്ചയമായിട്ടും അവർക്ക് വേണ്ടി ഫുഡ് സെക്യൂരിറ്റി ബില്ല് കൊണ്ടുവന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് അവരുടെ ജീവിക്കുവാൻ ആവശ്യമായത് കൊടുക്കുമെന്ന്. താൽക്കാലികമായ ഫ്രാജൈലായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ സകലത്തെയും ഭരിക്കുന്ന സർവശക്തൻ്റെ മക്കൾക്കുള്ള പ്രിവിലേജും പ്രൊവിഷനും എത്ര വലുതാണെന്ന് ദൈവസഭയെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. അത് വലുതാണ്, അത് വലുതാണ്, അത് വലുതാണ്. ഗ്ലോറി ബി ടു ഗോഡ്. അത് വലുതാണ്. ഓ സ്തോത്രം. എൻ്റെ ദൈവം എന്നോട് ഇന്നത്തെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞത്, ഹല്ലേലൂയ, എൻ്റെ മുൻപിൽ ഏകാഗ്രതയോടെ ഹൃദയമർപ്പിച്ച് ഓ സ്തോത്രം നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തെ അർപ്പിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചിലതൊന്ന് ചെയ്യും, പുതിയത് ചെയ്യും. ഹല്ലേലൂയ. ചില സ്റ്റംബ്ലിംഗ് ബ്ലോക്കുകളെ ഞാൻ എടുത്ത് മാറ്റുമെന്ന് ആത്മാവ് വളരെ സ്ഥായിയായി സഭയോട് ഇന്ന് പറയുമ്പോൾ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. യു പ്രിപ്പയർ എ ടേബിൾ ബിഫോർ മീ ഇൻ ദ പ്രസൻസ് ഓഫ് മൈ എനിമീസ്. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇന്ന് പ്രാരംഭ പ്രാർത്ഥനയുടെ ഇൻട്രഡക്ഷൻ്റെ ആ ടൈമിൽ അതിൻ്റെ 1-ാം വാക്യം നമ്മുടെ മുൻപിൽ വന്നു. God is my shepherd. ഹല്ലേലൂയ. ഷെപ്പേർഡിൻ്റെ ഗുണങ്ങളൊക്കെ പഠിക്കാൻ പോയി കഴിയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഡീപ്പ് കൺസേൺ, അഫെക്ഷനേറ്റ് കൺസേൺ,
വളരെ സ്നേഹത്തോടെ കരുതലോടെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം, ക്ഷമിച്ചും ദയോടെ എക്സ്ട്രീം കമ്പാഷനോടുകൂടെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമൊക്കെ ഇടയൻ്റെ സ്നേഹത്തിൽ കാണാൻ കഴിയും. അതിൻ്റെ തന്നെ അതൊരു വലിയ കുളിർമയുള്ളതായ ഒരനുഭവമാണ്. അതിനകത്തെ ഒരു വാക്യമാണ്, എൻ്റെ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കും. നമ്മളാരും ഡിഫൻസിലൊന്നും ജോലി ചെയ്യാത്തതുകൊണ്ട്, നിങ്ങളാരും അതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ശത്രു എന്താണെന്നും എനിമി എന്താണെന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു കൺസെപ്റ്റ് പട്ടാളക്കാർക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് യോശുവ യെരിഹോവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നപ്പോഴും സൈന്യാധിപ വേഷത്തിൽ ഒരാൾ വന്നു. കാരണം അദ്ദേഹം ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ മോശ നിയോഗിച്ച സുപ്രീം കമാൻഡറായിരുന്നു ആർമിയുടെ. അപ്പോൾ എപ്പോഴും ആ ഒരു കൺസെപ്റ്റിലാണ് കാര്യങ്ങളെ കണ്ട. സൈന്യാധിപ വേഷത്തിൽ കണ്ടപ്പോൾ ഉടനെ ചോദിച്ചത്, നീ ശത്രുപക്ഷക്കാരനോ? അറിയാമോ ആ ഭാഗം? എൻ്റെ പക്ഷക്കാരനോ എന്നാണ് ചോദിച്ചത്. അതെന്താണെന്നറിയാം, ഉള്ളിലിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് അങ്ങനൊന്നും പറയാനില്ലെങ്കിലും നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ തടസ്സമായി നിൽക്കുന്ന ഒരു എനിമി ഉണ്ടെന്നുള്ളത് പരമാർത്ഥമല്ലേ? ഹല്ലേലൂയ. മുന്നേറ്റത്തിന് തടസ്സമായി എന്തിനൊരു ചെറിയ പ്രമോഷൻ്റെ മുൻപിൽ പോലും ദൈവജനത്തിന് ഒരൊടക്ക് സ്വാഭാവികമാണ്. ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ മറ്റുള്ളവർക്കില്ലാത്ത 4 വിധത്തിൽ തടസ്സങ്ങൾ, പല വിധത്തിൽ തടസ്സങ്ങൾ ഒരു ദൈവ പൈതലിന് സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. അപ്പോഴൊക്കെ ഒരു സമൂഹം മുൻപോട്ട് മാർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡിഫൻസും ഫോഴ്സും ഒരു നേഷനും ഒരു എനിമിയായിട്ടുള്ള സ്ട്രോങ് നേഷനും ഇതൊക്കെ ഭാവനയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര കെയർഫുള്ളായിട്ട് വേണം ആ യാത്രകൾ. അഡ്വാൻസ്മെൻ്റ് എത്ര കെയർഫുള്ളാണെന്നുള്ളത്. എന്തുമാത്രം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആൾനാശമുണ്ടാകാതെ, നമ്മുടെ പ്രോപ്പർട്ടിക്ക് നഷ്ടമുണ്ടാകാതെ എങ്ങനെ ഗെയിൻ ചെയ്യാം, എങ്ങനെ ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്ന താവളങ്ങളെ സ്വന്തമാക്കാം. സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ആശയത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ നാം ഓർക്കണം, എത്ര കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഈ എനിമിയെ ഹാൻഡിൽ ചെയ്യാൻ. ഇവിടെ പറയുന്നു, എൻ്റെ ശത്രുക്കൾ കാണുക. ഇങ്ങനെ ആരേലും പറയുമോ? ഇങ്ങനൊരു ടേം ലോകത്തിൽ ആർക്കേലും ഇങ്ങനെ എഴുതി വെക്കാൻ? സഹായിക്കാമെന്നുള്ളത് ഒരു കോമൺ വേർഡാണ് അല്ലേ? നിന്റെ ശത്രുക്കൾ കാണുക, ഞാൻ നിനക്ക് വിരുന്നൊരുക്കും. ഇവിടെ നാം പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. ഈ വിരുന്നൊരുക്കുന്നവനായ ദൈവം, ഹല്ലേലൂയ, അതിനെ ഉപയോഗിക്കുന്നൊരു പദം അങ്ങനെ ഈ രാജാക്കന്മാരുടെ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. ഞാൻ മർത്തോമ ചർച്ചിൽ നിൽക്കുമ്പോൾ ഒന്നിലധികം സന്ദർഭങ്ങളിൽ അവിടുത്തെ ബിഷപ്പ്മാരെ മർത്തോമ ചർച്ചിൻ്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് സിറ്റ് ചെയ്യുകയും കാണിക്കുകയും ട്രീറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ തിരുമേനിമാർക്ക് വേണ്ടി ഒരുക്കുന്ന മേശ, പ്രത്യേകം അറേഞ്ച് ചെയ്യുന്ന ക്രമീകരണങ്ങൾ വളരെ ലാവിഷ്, വളരെ പ്രത്യേകതയാണ്. അത് ആദരവോടെ ചെയ്യുന്നതാണ്. അതിലോട്ടൊന്നും ഒത്തിരി ഞാൻ പോകുന്നില്ല, ഇത് നമ്മുടെ ക്രീം ടൈമാണ്. അപ്പോൾ ഈ മേശയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് വളരെ നമ്മുടെ ചിന്തിക്കുന്നതിലതീതമാണ്. നിങ്ങൾ ആ കൺസെപ്റ്റ് ചിന്തകളൊന്ന് മൈൻഡിനെ തുറന്നിട്ട് വരണം. നമ്മൾ കാണുന്ന മേശയും നമ്മുടെ ആ പരിമിതിക്കുള്ളിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന അരമണിക്കൂറുകൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒതുക്കിക്കൂട്ടിയുള്ള മേശയെക്കുറിച്ചല്ല, ഇച്ചിരൂടെ വൈഡായിട്ട് കാണും. ഹല്ലേലൂയ. പത്രോസിൻ്റെ വല അവൻ്റെ കണ്ണിനെ അത്ഭുതപ്പെടുത്തുന്നത് പോലെ വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ? ഇതുപോലുള്ള ദൈവപ്രവൃത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായ ഒരു വചനമാണിത്. പക്ഷേ പലപ്പോഴും ഈ മേശയുടെ മുൻപിലിരിക്കുമ്പോൾ, ആഹാരത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നന്ദി പറയുന്നതും പ്രാർത്ഥിക്കുന്നതുമായ പ്രവണത വളരെ കുറവാണ്. നമ്മളതൊക്കെ മീറ്റിങ്ങിനേ ചെയ്യത്തുള്ളൂ. പ്രത്യേകിച്ച് കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആളുകളല്ലാതെ പൊതുവേദികളിലും പൊതുപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും.
പക്ഷേ ആഹാരം മുൻപിൽ വരുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞൊരു വാക്ക് പ്രാർത്ഥിച്ച്, അത് ഞാൻ പ്രവർത്തിച്ച മേഘാലയയിൽ ഇൻറ്റീരിയർ വില്ലേജുകളിൽ ചെന്നാലും ആഹാരം തന്നെ വളരെ അത്ര ന്യൂട്രീഷ്യസ് ഒന്നും അല്ല, സാധാരണയായിട്ടുള്ളതാണ്. ആ റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്ന ഡാലൊക്കെ മിത്രൻ മൈക്രോ സെക്കൻഡിലാണ് ഒഴുകി പോകുന്നത്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതാണ് ആഹാരം. അപ്പോൾ പക്ഷേ അത് ഒഴുകിപ്പോയാലും കണ്ണുമടച്ച് ചില നിമിഷങ്ങൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ആ ജീവിത ശൈലി, ഹല്ലേലൂയ, ഇന്ന് ആ ചിന്തയിലേക്ക് നമ്മെ ദൈവാത്മാവ് കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? നമ്മൾ ദൈവത്തോട് അപ്രകാരം നന്ദി പറയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. അതിന് മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വന്നതെന്നൊരു ചിന്ത നമ്മളെ ഭരിക്കണം. നന്ദി പറഞ്ഞു തുടങ്ങേണ്ടത് എവിടുന്നാണെന്നുള്ളതാണ്. ദൈവികമായ ചില വിടുതലുകളുടെ, കഴിഞ്ഞ സൺഡേയിൽ പറഞ്ഞതുപോലെ അൺലോക്കാകുവാൻ, ചില വിടുതലുകൾ അൺലോക്കാകുവാൻ നാം നന്ദി പറയുന്നവരായും ദൈവത്തെ ഹൃദയം കൊണ്ട് സ്തുതിക്കുന്നവരായും മാറണം. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ആയി വരുമ്പോൾ അതിൻ്റെ മുൻപിൽ ഒരു ഫാർമർ ഉണ്ടായിരുന്നു. ഒരു ഫാർമർ വളരെ ആഗ്രഹത്തോടെ കാറ്റിനു വേണ്ടി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിലമുഴുത് ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് കൃഷി ചെയ്ത് അതിനൊരു കേടും വരാതെ അതിനെ വളർത്തി പരിപാലിച്ചൊരു ഫാർമർ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ഇതിൻ്റെ കൾട്ടിവേഷനൊക്കെ നടന്നിട്ട് ഈ ഫുഡ് ഇത് പ്രോസസ്സ് ചെയ്യുന്നു. ഇതിനൊരു പ്രോസസ്സിംഗ് സെൻറ്റർ, അനേകം ആളുകളുടെ കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അനദർ സ്റ്റേജിൽ ഇത് പാക്കായി, അനേകരുടെ കരങ്ങളും അധ്വാനവും അതിൽ പ്രവർത്തിച്ചത് പാക്കായി. അതെന്ത് ചെയ്യുന്നു? അത് ഷിപ്പ് ചെയ്യുകയാണ്. ഇതിനെ ഷിപ്പ് ചെയ്ത് കൊണ്ടുവരുവാൻ ഒരുപാട് ആളുകൾ, അതിനുവേണ്ടി എനർജി ചെലവാക്കുന്നവർ, ധനം ചെലവാക്കുന്നവർ. അവസാനം ഷിപ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് ഇതൊരു സൂപ്പർ മാർക്കറ്റിലെത്തുന്നു. ശരിയല്ലേ? ജസ്റ്റ് എക്സാമ്പിളാണ് പറയുന്നത്. സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ഈ സംഗതി പിന്നെന്ത് ചെയ്യുന്നു? നമ്മൾ ചെന്ന് വില കൊടുത്ത് വാങ്ങിക്കുന്നു, സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുവരുന്നു, നമ്മളിത് കുക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുൻപിലിരുന്ന് ഭക്ഷിക്കുവാനായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, ഒരുപാട് ലിങ്കുകൾ, ചെയിനുകൾ ഒരു ചങ്ങലയിൽ കോർത്തതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ, എഫർട്ടുകൾ, ശ്രദ്ധയോടുകൂടിയുള്ളതായ അധ്വാനം ഉണ്ടായിട്ടാണ് ഇതെല്ലാം നമ്മുടെ മുൻപിൽ എത്തിയത്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനെയെല്ലാം ഒരുപോലെ ലിങ്ക് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്. ആരാണ്? ദൈവം. ദൈവം who made the soil, who made the seed. Hallelujah. He who made everything. അത് മാത്രമല്ല, without him you would go hungry. ദൈവത്തിൻ്റെ കരം അനുകൂലമായി എല്ലാറ്റിൻ്റെ മേലും അദൃശ്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളെന്ത് പോവും? വിശന്ന് സ്റ്റാർവേഷനിലൂടെ നമ്മൾ ഇല്ലാതായി തീരും. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ദൈവത്തെ കാണാതെ പോകരുത്. വിഡ്ഢിയായ മനുഷ്യൻ പലപ്പോഴും അച്ചീവ്മെൻ്റ് അവൻ്റെ സ്വന്തമാക്കാൻ ശ്രമിക്കും. വിഡ്ഢിയായ മനുഷ്യൻ പലപ്പോഴും അവൻ നേടിയെടുക്കുന്ന വിജയങ്ങളിലെല്ലാം ക്രെഡിറ്റ് എടുക്കുവാൻ നോക്കും. എന്നാൽ ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് മനുഷ്യനെന്ന് ഇന്ന് പകൽക്കാലം നാം ഓർക്കണം. That is why every time you come to your dining table, it is proper to say, it is a grace of God. Lord, we thank you. ദൈവമേ, നിന്റെ സഹായത്തിന്, നിന്റെ കരുതലിന് നന്ദി. ഇതൊരു ആശയമായി കേട്ടു പോകരുത്, ഇത് പ്രാക്ടിക്കലി കൊണ്ടുവരണം. ഹല്ലേലൂയ. നമ്മൾക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതി നമ്മുടെ ഉള്ളിൽ ചെന്നത് നമുക്ക് ഫലം ചെയ്യണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് ആവശ്യമാണ്. If someone set food for your enjoyment and nourishment in front of you, it is common courtesy
ടു സെയിങ് താങ്ക്സ്. അത് നമ്മൾ ചെയ്യും, അത് നമ്മൾ മറക്കാതെ ചെയ്യും. നമ്മളെ വിളിച്ച് ഒരു ഫുഡ് തന്നാൽ എന്തായാലും വണ്ടിയെ കയറുന്നതിന് മുമ്പെങ്കിലും മറക്കാതെ എന്ത് ചെയ്യും? ഒരു താങ്ക് യു പറയാൻ നമ്മൾ മടിക്കത്തില്ല. എന്നാൽ ദൈവത്തോട് പറയാൻ, സകലത്തിൻ്റെയും കാരണഭൂതനായ ദൈവത്തോട് നന്ദി പറയാൻ മടി കാണിക്കരുത് ദൈവമക്കൾ. അവിടുന്ന് തുടങ്ങണം നമ്മുടെ ഹല്ലേലൂയ നന്ദി പറച്ചിലിൻ്റെ ഹല്ലേലൂയ സ്തോത്രം. ആ പ്രാക്ടീസ് അവിടെ നിന്ന് കൂടുതലായി തുടങ്ങുവാനിടയാകട്ടെ. ഇത് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് സ്വർഗം അയച്ചിരിക്കുന്ന ഒരു മെമ്മോയാണെന്നാണ്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് ഫ്രം ഹെവൻ. ഓൾ പ്രൊവിഷൻസ് വിച്ച് വി ആർ എൻജോയിങ്, വിച്ച് വി ആർ എക്സ്പീരിയൻസിങ്, ദിസ് ഓൾ കംസ് ഫ്രം ഹെവൻ. ദൈവത്തിൽ നിന്നാണ്. ഏത് പ്രൊഡക്റ്റിൻ്റെയും മുൻപിൽ അതിൻ്റെ മെയ്ഡിനുണ്ടാകും. പക്ഷേ എഴുതപ്പെടാതെ കാണുന്ന ഒരു കാര്യം നമ്മൾ വായിച്ചെടുക്കണം. ഹല്ലേലൂയ, ഇത് സ്വർഗം മെയ്ഡ് ചെയ്തതാണ്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാണ്. സിമ്പിളായി ചിന്തിക്കരുത്, ഇത് ഗൗരവമായിട്ട് എടുക്കണം. ചില ബ്ലോക്കുകൾ നന്ദി പറയാൻ മനസ്സില്ലാത്ത അനുഭവം കൊണ്ടും നടത്തിയ വിധങ്ങൾ വേണ്ടതുപോലെ ഓർക്കാത്തത് കൊണ്ടും ഹല്ലേലൂയ പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്, ചെയ്തു തന്നത് ചെയ്തിട്ടില്ലാത്തതുപോലെ പറയുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫേവർ നഷ്ടമാകാൻ ഇടയുണ്ട്. സെൻറ്റ് ബേസിൽ എന്ന് പറയുന്നതായ ഫേമസ് ആയിട്ടുള്ള ഒരു തിയോളജിയനുണ്ട്. സെൻറ്റ് ബേസിൽ ദ ഗ്രേറ്റ് AD 379 ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ഇതാണ്: വെൻ യു സിറ്റ് ഡൗൺ ടു ഈറ്റ്, പ്രേ. വെൻ യു ഈറ്റ് ബ്രെഡ്, ഡു നോട്ട് ഫർഗറ്റ് ഹിം ഹു പ്രൊവൈഡഡ് ഇറ്റ്. Be mindful of him who gave it to you. Let your table be an altar of God. ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ടേമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. Let our table be an altar of God. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലായി? ഹല്ലേലൂയ. നമ്മുടെ ടേബിൾ അത് തന്നെ ദൈവത്തിൻ്റെ ആൾത്താരയായി മാറണം. ഓ, ദൈവത്തിന് ആരാധന ഉയരുന്ന, ദൈവത്തിന് മഹത്വം കരേറ്റുന്ന, വൈകാരികമായി ദൈവത്തെ ഉയർത്തുന്ന അവസരമായി മാറണം. ഓ സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ ഒത്തിരി സ്റ്റേബിൾ ആയിരുന്നിരിക്കാം, ഫൈനാൻഷ്യലി സൗണ്ട് ആയിരുന്നിരിക്കാം. എന്നാൽ അടുത്തൊരു തലമുറയിലേക്ക് നോക്കൂ. അതല്ലെങ്കിൽ അവരും ഓക്കെ ആയിരിക്കാമെന്ന് വിചാരിക്കട്ടെ, അതിനും അടുത്ത തലമുറയിലേക്ക് നോക്കണം. ഒന്നും കാണത്തില്ല. പടിപടിയായി മാനിച്ച, ഉയർത്തിയ, നടത്തിയ ദൈവത്തെ ഹൃദയം കൊണ്ട് ദൈവമക്കൾ സ്തുതിക്കണം. ഹാർബൽ ഖമനഗസിയ, ലെറ്റ് യുവർ ടേബിൾ ബി ആൻ ആൾട്ടർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം തരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് പിറുപിറുപ്പുണ്ടാവത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തപ്പോൾ ഇറച്ചി അവരുടെ വായിലിരിക്കുമ്പോഴും അവർ പിറുപിറുത്തു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അത് കാരണം, ഒറ്റ കാരണത്താൽ പല വിടുതലുകൾ അവരിൽ നിന്ന് നഷ്ടമായി. ആ ഒറ്റ കാരണത്താൽ ദൈവത്തിൻ്റെ പ്രസൻസ് പലപ്പോഴും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നിന്നെ വിളിച്ച ദൈവം ഉണ്മയുള്ള ദൈവമാണ്. അവൻ പ്രപഞ്ചത്തിന്റെ കർത്താവും സൃഷ്ടിതാവുമാണ്. നിന്നെ ജയത്തോടെ അക്കരെ എത്തിക്കാൻ അവൻ മതിയായവനാണ്. അവന്റെ കയ്യിൽ ഹല്ലേലൂയ, ഹി ഈസ് അബ്സല്യൂട്ട് ഇൻ ഹിസ് എബിലിറ്റി. അവന് ശക്തിയുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവന് ശക്തിയുണ്ട്. നീ നന്ദി പറയാൻ തയ്യാറാകുക, ദൈവത്തെ ഉയർത്താൻ തയ്യാറാകുക. നൽകി തന്നതിനെ നൽകി തന്നു എന്ന് അംഗീകരിക്കുക. റുബൽ ഘടകസ്യ, ഇതൊന്നും നിന്റെ മിടുക്കിലല്ല. ഒരു മെഡിക്കൽ ചെക്കപ്പ് മതി, ഒരു ബ്ലഡ് ടെസ്റ്റ് മതി. റബൽ ശമനഘടക അർത്ഥൽ വൈഡബൽ ഖമനഘടക. സാഹചര്യങ്ങൾ മാറാൻ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവ് എന്നോട് പറഞ്ഞു, യഹൂദ്യ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. ദൈവപ്രവർത്തികൾ സ്തുതിയിലൂടെ വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. ഇന്ന് പകൽ ആഴത്തിൽ ദൈവജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റുബൽ ഖമനഗസ്യാന. ഡെയ്ട്രിച്ച് ബോൺഹോഫർ എന്ന് പറയുന്ന പ്രസിദ്ധനായ തിയോളജിയൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഓൺലി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് ലൈഫ് ബിക്കം റിച്ച്. ഒരു മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും സമ്പന്നമാകാൻ ഇടയാകുന്നത്
ദൈവത്തിന് നന്ദി പറയുന്നതിലൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവികമായി ഒരാൾ റിച്ച് എന്ന് പറയുന്നത് അവരിലുള്ള ബേസിക് ക്യാരക്ടറാണെന്ത്? ദൈവത്തിന് നന്ദി പറയുക. In ordinary life we hardly realize that we received a great deal more than we give. നമ്മൾ ശരിയായിട്ട് കാര്യങ്ങളെ റിയലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, നമ്മൾ കൊടുത്തതിനേക്കാൾ അതീതമായിട്ടാണ് അവൻ നമുക്ക് വേണ്ടി നൽകി തന്നുകൊണ്ടിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. നമ്മൾ കൊടുത്തതിനേക്കാൾ അതീതമായിട്ടുള്ളത് അവൻ നമുക്ക് വേണ്ടി നൽകി തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കൊടുത്തതിൻ്റെ കണക്കിലല്ല അവൻ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ മേഴ്സി, അവൻ്റെ കരുണ, ഹല്ലേലൂയ, അവൻ നമ്മുടെ മേൽ ചൊരിഞ്ഞു എന്നാണ് അർത്ഥം ആക്കുന്നത്. അവർ ഗോഡ് ഈസ് എ മേഴ്സിഫുൾ ഗോഡ്. അതുകൊണ്ട് കരുണയോടെ നമ്മെ നടത്തുന്ന ദൈവത്തിന് പകരം ചോദിക്കാതെ ദൈവം ദാനമായി നൽകി തന്നുകൊണ്ടിരിക്കുന്നതിന് ഇന്ന് പകൽക്കാലം ദൈവത്തെ ഹൃദയം കൊണ്ട് സ്തുതിക്കണം. ദാറ്റ് ഈസ് വൈ ഓൺലി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫ് ബിക്കം മീനിങ്ഫുൾ. നമ്മുടെ ജീവിതം ഏറ്റവും മീനിങ്ഫുൾ ആകുന്നത് നന്ദി പറയുന്നൊരു ജീവിതം നിരന്തരമായി നമ്മിലുള്ളപ്പോഴാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെ പറഞ്ഞതായ പല സന്ദർഭങ്ങളുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:21 വായിക്കേണ്ട, അതിനകത്ത് കർത്താവ് പറയുന്നു, അറ്റ് ദാറ്റ് ടൈം ജീസസ് ഫുൾ ഓഫ് ജോയ് ത്രൂ ദ ഹോളി സ്പിരിറ്റ് സെഡ്, ഐ പ്രൈസ് യു ഫാദർ, ലോർഡ് ഓഫ് ഹെവൻ ആൻഡ് ദി എർത്ത്, യു ഹാവ് ഹിഡൻ these things from the wise and learned and revealed to them little child. കർത്താവ് സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ്? വയസ്സായിട്ടുള്ള ആളുകൾക്ക്, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് നീ ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പോലും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വച്ചത്, ഹല്ലേലൂയ, വലിയ മിടുമിടുക്കന്മാർക്ക് ലഭിക്കാതിരുന്ന പലതും ലഭിച്ചവരല്ലേ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് പറയുന്ന പോലെ പറയാൻ കഴിയുന്നില്ലേ, കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്തെന്ന്. നിന്റെ ക്ലാസ്സിൽ, നിന്റെ ബെഞ്ചിൽ, നിന്റെ ഇടത്തും വലത്തും ഇരുന്നവർക്ക് ലഭിക്കാത്ത പ്രിവിലേജ് അവൻ നിനക്ക് തന്നിട്ടില്ലേ? ഏതെങ്കിലും വിധത്തിൽ നീ ഡോക്ടറെ കാണാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ നിന്റെ ശാരീരിക വ്യതയുടെ മുൻപിൽ നീ അനുഭവിച്ച അതേ സിംറ്റത്തിലൂടെ കടന്നുപോയിരുന്ന ലോകത്തിൽ ജീവിച്ചിരിക്കാതെ ഹല്ലേലൂയ മൺമറഞ്ഞു പോയിട്ടുള്ളപ്പോൾ നിന്നെ അവൻ നിലനിർത്തിയില്ലേ? ഹല്ലേലൂയ. ഈ പകൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റാർക്ക് ലഭിക്കാത്തത് യേശു പറയുന്നു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത്, അവർക്ക് പോലും കൊടുക്കാതിരുന്നത് നീ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി, ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പൗലോസ് കിട്ടിയതായ ആ വലിയ കൃപാവരത്തെക്കുറിച്ചും തന്നിൽ പകർന്ന റെവലേറ്ററി നോളജും എല്ലാം മനസ്സിലാക്കൊണ്ട് പൗലോസ് പറഞ്ഞ എന്താണ്? ഈ അത്യന്ത ശക്തി, ഓ ഹല്ലേലൂയ, മൺകൂട, കാരണം തങ്ങളിലുള്ളത് വളരെ ശൂന്യമായിട്ടുള്ളതാണെന്നും വെറും മൺപാത്രമാണെന്നും അദ്ദേഹം സമ്മതിക്കുകയാണ്. ഇന്ന് പകരക്കാലം അങ്ങനെ ഒരു സമർപ്പണത്തോടെ പ്രാർത്ഥിക്കണം. ചില കാര്യങ്ങൾക്ക് നീക്കം വരാൻ. ദൈവപൈതലെ, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൾ ദൈവസഭ പറഞ്ഞാലും കരഞ്ഞാലും നടക്കണമെന്നില്ല. ദൈവദാസൻ എത്ര എഫോർട്ട് എടുത്ത് പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഓരോ സ്റ്റെപ്പിലും നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ഉയർത്താൻ, ദൈവത്തിൻ്റെ കരുതലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്നും ദൈവത്തിൻ്റെ കരുതലാണ് ഇന്നും ഞാൻ അനുദിനം പോഷിപ്പിക്കപ്പെടുന്നതെന്നും, ഹല്ലേലൂയ, ഞങ്ങളുടെ പൂർവികന്മാരുടെ നന്മ കൊണ്ടോ ഞങ്ങളുടെ ആരുടെയും മിടുക്ക് കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെന്ന് തുറന്നു പറയാൻ, ലജ്ജ കൂടാതെ പറയാൻ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമ്പോൾ നിന്റെ തടസ്സങ്ങൾ ചിലത് മാറുമെന്ന് ഈ പകൽ ആത്മാവ് വളരെ തെളിവായി പ്രവചിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ വായിച്ച വാക്യത്തിന്റെ മലയാളം ഇങ്ങനെയായിരുന്നു, ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്. അപ്പം ദൈവാത്മാവ് വരുമ്പോഴും പരിശുദ്ധാത്മാവ് എൻഡോഴ്സ് ചെയ്യുന്നതും എൻകറേജ് ചെയ്യുന്നതും എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ ഉയരത്തിലുള്ള ദൈവത്തെ ഉയർത്താനാണ്. ഹല്ലേലൂയ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്പിരിറ്റിൻ്റെ ഒന്നാമത്തെ വർക്ക് അതാണ്. ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം ഇത് ഇന്റർ കണക്റ്റഡ് ആണെന്ന് ഓർത്തോണം.
മത്തായി എഴുതിയ സുവിശേഷം 26:27 കർത്താവ് ഏറ്റവും അതിപ്രധാനമായ ശുശ്രൂഷ, പാനപാത്രം എടുക്കുന്ന ഹി ഹാഡ് ടേക്കൺ എ കപ്പ് ആൻഡ് ഗിവൺ താങ്ക്സ്, ഹി ഗേവ് ഇറ്റ് ടു ദം. എന്താണ് കർത്താവ് പറഞ്ഞത്? അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവൻ അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവേൻ. ഓർക്കണം, ഓരോ മൂമെൻറ്റിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മുമ്പേ ഞാൻ ഓർമ്മിപ്പിച്ച വാക്യം സ്വയം പറയുന്നു. യാക്കോബ് 1:17 പറയുന്നു, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാനും സ്തുതിക്കാനും പ്രാർത്ഥിക്കുന്ന വാചകങ്ങളെക്കാൾ കൂടുതൽ നടത്തിയ വഴികൾ, ആ നടന്നു വന്ന പാതകളിൽ പതിയിരുന്ന ആ വെല്ലുവിളികൾ, അനർത്ഥങ്ങൾ, ഡിഫിക്കൽറ്റീസ് ഓർത്തോർത്ത് അവിടെയൊക്കെ ദൈവപൈതലെ നിനക്ക് വേണ്ടി നീട്ടപ്പെട്ട ആ കരത്തെ നീ കണ്ടുകൊണ്ട് ഇന്ന് പകലും ആത്മാവിൽ സ്തുതിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ, ശക്തമായ ചില വിടുതലുകൾ ജീവിതത്തിൽ അവൻ പകരും. ഹല്ലേലൂയ, ഹോ റീബൽ പ്രൗഡവൽ കനാദിയ. Glory be to God, glory be to God, glory be to God. Hallelujah. കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, and whatever you do, whether in word or deed, do it all in the name of the Lord Jesus, giving thanks to God the Father through him. പൗലോസ് പല ഭാഗത്തിൽ അത് പറയുന്നുണ്ട്, പല ലേഖനങ്ങളിലും പറയുന്നുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുക. എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഓൾവേസ് ഗീവ് താങ്ക്സ് ടു ഗോഡ്. ദൈവത്തിന് എല്ലാത്തിലും നന്ദി പറയുക. പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നുണ്ട്, 4:6 പറയുന്നു, ഡു നോട്ട് ബി ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് എവരി സിറ്റുവേഷൻ ബൈ പ്രയർ ആൻഡ് പെറ്റീഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് പ്രസന്റ് യുവർ റിക്വസ്റ്റ് ടു ഗോഡ്. ദൈവത്തിന് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ ആ റിക്വസ്റ്റൂടെ കൂട്ടത്തിൽ വിടുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ആ രീതിയിൽ നിന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. മിലിറ്ററി സൈഡിൽ നിൽക്കുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ എടുക്കൽ ഫയലുമായി, പ്രത്യേകിച്ച് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ജോലി ചെയ്തപ്പോൾ അനേക VIP പ്രോട്ടോക്കോളിലുള്ള ഓഫീസേഴ്സിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് ഫയലുകൾ കാണിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഫയൽ ബ്രീഫ് ചെയ്ത് അവരെ കൊണ്ട് സിഗ്നേച്ചർ വാങ്ങിക്കുന്ന സമയങ്ങൾ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഫയലൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പേജുകളൊക്കെ അങ്ങോട്ട് നിവർത്തി അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ കൂട്ടത്തിൽ അതൊരു മോശം സ്വഭാവമല്ല, അദ്ദേഹത്തിലുള്ള ചില നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ആ ഫയൽ തീരുമ്പോഴത്തേന് ഇങ്ങനൊരു കാര്യമുണ്ട്. ഉടനെ പറയും, ബ്രിങ്, അതിൻ്റെ നോട്ടിങ് ഉണ്ടാക്കിക്കൊണ്ട് വാ. ദൈവാത്മാവിനോട് കാണിച്ച അങ്ങനെ ഒരു വെളിപ്പാടില്ല. ഞാൻ ആ സംഭവം പറയാനൊന്നുമല്ല. പണ്ട് ബസ് നിർത്താതെ പോയൊരു വെളിപ്പാട് പറഞ്ഞല്ലോ, അതുപോലെ നന്ദി പറഞ്ഞു ഉയർത്തേണ്ടതുപോലെ ദൈവത്തെ ഉയർത്തിയാൽ, ശലോമോൻ പോലും പറഞ്ഞു, നീ അതിനെ ഉയർത്ത, അത് നിന്നെ ഉയർത്തും. നീ അതിനെ ആലിംഗനം ചെയ്യും, അത് നിന്നെ ആലിംഗനം ചെയ്യും. ഇന്ന് പകൽക്കാലം ഓർക്കണം, നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. നമ്മുടെ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമില്ല. നമ്മുടെ പ്രശ്നം ദൈവത്തിന് സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഓ ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. 1 Timothy 1:17-18. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ പലരും എഴുതുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ആ വാക്യം ഇതാണ്, ഉന്നത ഭാവം കൂടാതെ ഇരിക്കാൻ. അത് വായിക്കാമോ? മൈക്കുള്ളവർ വായിച്ചാട്ടെ. 1 Timothy 1:17-18. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനം 17-18 വാക്യം അതാണോ? അതന്നെ. താഴോട്ട് വായിച്ചേ. മകനെ തിമോത്തിയോസേ, ലോകത്തിലെ ധനവാന്മാരോട് വാക്യം എടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വാക്യമാണ്. അത് തന്നെ 2 തിമോത്തി
ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 6, 6-ന്റെ 17-18. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. നോക്കണം, വളരെ ഗൗരവമായിട്ട് അത് കേട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിക്കുവാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കുവാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിനും വരും കാലത്തേക്ക് നല്ലൊരടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിച്ചു കൊള്ളുക. ഇതൊരു ഓർഡിനൻസ് ആയിട്ട് പൗലോസ് തിമോഥെയോസിലൂടെ സഭകളെ അറിയിക്കാൻ പറയുകയാണ്. ഇൻസ്ട്രക്ട് ദോസ് ഹു ആർ റിച്ച് ഇൻ ദ പ്രസന്റ് വേൾഡ് നോട്ട് ടു ബി കൺസീറ്റഡ് ഓർ ടു ഫിക്സ് ദെയർ ഹോപ്പ് ഓൺ ദി അൺസർട്ടേണിറ്റി ഓഫ് റിച്ചസ്. അൺസർട്ടേണിറ്റി ഓഫ് റിച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? നിശ്ചയമില്ലാത്ത ധനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾ ആ കാര്യം മനസ്സിലാക്കി. ബട്ട് ഡോണ്ട് ഗോഡ് ഹു റിച്ച്ലി സപ്ലൈസ് us വിത്ത് ഓൾ തിങ്സ് ടു എൻജോയ്. റിച്ചായിട്ട് നമുക്ക് വേണ്ടി തരാൻ ആരുണ്ട്? ദൈവമുണ്ട്. പക്ഷെ നമ്മുടെ ഹോപ്പ് നമ്മൾ പൊട്ടിയേണ്ട എവിടെ? സകലതും പരിഹരിക്കാൻ കഴിയുന്ന നമ്മുടെ സർവശക്തനായ ദൈവത്തിലാണ്. ഹല്ലേലൂയ. നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ട് എപ്പോഴും തയ്യാറാകുക. നമ്മൾ ജനറസ് ആകാൻ തയ്യാറാകുക. ജനറസായി നമ്മൾ കൊടുക്കുന്നവരാകുവാൻ തയ്യാറാകുക. റെഡി ടു ഷെയർ, മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുന്നവരായിരിക്കാൻ ഉള്ള മനസ്സുള്ളവരായി നാം മാറുക. എപ്പോഴും നല്ല പ്രവൃത്തി ചെയ്യാൻ തയ്യാറാകട്ടെ. ദൈവം ഔദാര്യമായി നമ്മെ സ്നേഹിച്ച പോലെ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കും. നമുക്ക് ഈ സ്ക്രിപ്ചർ കോപ്പി ചെയ്യുന്ന സ്കില്ല് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ആ വാക്കിൽ ഞാൻ എൻ്റെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 10:10 പറയുന്നുണ്ട്, ജോൺ 10:10, അറുക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, പിന്നെയോ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം വന്നിരിക്കുന്നത് എന്തിനാ? I came that they may have life and abundant life. ജീവൻ ഉണ്ടാകാൻ മാത്രമല്ല, അബണ്ടന്റ് ജീവനിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കർത്താവ് വന്നിരിക്കുന്നു. ലോകം എന്താണ്? വേൾഡ്ലി പവേഴ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക, നമ്മളെ പൂർണ്ണമായും ഇവിടം കൊണ്ട് ഈ മണ്ണിൽ തന്നെ തീർക്കുക. മുൻപോട്ടൊരു പ്രയാണത്തിനൊരു സ്കോപ്പില്ലാത്ത വിധത്തിൽ നമ്മളെ ഈ ഭൂമിയിൽ തന്നെ തീർത്ത് കളയാൻ സ്തോത്രം പിശാച് പരിശ്രമിക്കുമ്പോൾ അബണ്ടന്റ് ലൈഫ്, സമൃദ്ധമായ ജീവൻ വിത്ത് എറ്റേണൽ ഹോപ്പ്, നിത്യമായ പ്രത്യാശയോടെ പ്രതീക്ഷകളോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ സ്ക്രിപ്ചർ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ഒരു സ്കില്ലിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ പകർത്തപ്പെട്ടതും അതിലൂടെ പരിപോഷിക്കപ്പെടുന്നതുമായ ഒരു ജീവിതമായി മാറാൻ ആ കോപ്പിയിങ് സ്കില്ലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്ക്രിപ്ചർ കോപ്പിയിങ് സ്കിൽ, അങ്ങനെ ഒരു ടേം അങ്ങ് ഇടുകയാണ്. സ്ക്രിപ്ചർ കോപ്പിയിങ് സ്കിൽ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഒരു പൈലറ്റ് താൻ വിമാനം പറത്തുമ്പോൾ എത്ര നേരമാണ് ആ കോക്പിറ്റിൽ ശ്രദ്ധയോടെ ഇരുന്ന് സ്തോത്രം അതിനെ നയിക്കുന്നത്. ഒരു 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 അത്ലറ്റ് മീറ്റിന് വേണ്ടി പ്രിപ്പയർ ആകുന്ന ഒരാൾ എത്രയും സമയങ്ങളാണ് അതിനു വേണ്ടി തളരാതെ സമയങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുന്നത് ആ ഫൈനൽ മീറ്റിനു വേണ്ടി. ഞാൻ ഒരിക്കൽ കേട്ടു, PT ഉഷ സാധാരണ ഫങ്ഷൻസിനും സെലിബ്രേഷൻസിനും പോകത്തില്ല വീട്ടുകാർ വിളിച്ചാൽ.
ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോലും അവർ ചിലപ്പോൾ പോകാറില്ലായിരുന്നു എന്ന് കുട്ടിക്കാലം മുതൽ. ഇനി എവിടെയെങ്കിലും പോയെന്ന് വെച്ചാലും അവിടെ ഒരു 250 മീറ്റർ സ്ഥലമുള്ളൊരു ഗ്രൗണ്ട് കണ്ടാൽ, ഇനി ഗ്രൗണ്ടല്ല റെയിൽവേ ട്രാക്കിൻ്റെ സൈഡ് കണ്ടാലും, കല്യാണത്തിന് വിളിക്കപ്പെട്ട് പോയിരിക്കുമ്പോഴും മാതാപിതാക്കളെ വിട്ടിട്ട് ഈ റോഡിൻ്റെ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൂടെ കിട്ടുന്ന സ്ഥലത്തൂടെയും ഓടി പരിശീലിക്കുമായിരുന്നു എന്ന് കുട്ടിക്കാലം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. സ്തോത്രം. ദൈവിക വചനത്തിൻ്റെ അഭ്യസനവും അതിനോട് ചേർന്ന് താതാത്മ്യപ്പെട്ടുള്ള ജീവിതവും, ഹല്ലേലൂയ, വചനത്താൽ ഷെയ്പ്പ് ചെയ്യപ്പെട്ടതായ ഒരു ജീവിത ക്രമത്തിലേക്ക് ഞാനും നിങ്ങളും വരുമ്പോൾ അവൻ വിശേഷമായി നിങ്ങളെ മാനിക്കും. നാം ഇവിടെ കേൾക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മെ വിശേഷതകളോടുകൂടെ നടത്താൻ കഴിവുള്ള ദൈവത്തെക്കുറിച്ചാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആ രീതിയിൽ ഷെയ്പ്പായി വളർന്ന് അബ്രഹാമിനെ പോലെ, യോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ, ഒരു എസ്തേറിനെ പോലെ, ഒരു ഡെബോറയെ പോലെ വളർന്നു വരുവാൻ വേണ്ടി നിങ്ങൾ എന്ത് എഫർട്ടാണ് എടുക്കുന്നത്, എന്ത് ശ്രമമാണുള്ളത് നിങ്ങൾക്ക്? ഏത് തരത്തിലുള്ളൊരു പ്രെയർ ലൈഫാണ് നിങ്ങൾക്കുള്ളത്? ഏത് തരത്തിലാണ് നാളത്തേക്ക് ഹല്ലേലൂയ കുതിച്ചുയരുവാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന അധ്വാനം? ഏത് വിധത്തിലാണ് ഈ റീചെക്ക് ചെയ്യുവാൻ, ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിപ്പാൻ ഈ പകൽ ദൈവജനം തയ്യാറാകണം. ഹല്ലേലൂയ. ഇതൊന്നും ഓർഡിനറി ആയിട്ട് ജീവിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയല്ല. അവർക്ക് ഒത്തിരി പ്രാർത്ഥനയുടെ ആവശ്യമില്ല. കർത്താവിൽ വളരാൻ, കർത്താവിൽ വർദ്ധിച്ചു വരുവാൻ. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദാവീദ് 103 സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ചു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ നീ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നെയിം ദം വൺ ബൈ വൺ, വൺ ബൈ വൺ, വൺ ബൈ വൺ. പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അതൊരു വല്ലാത്ത വാക്യമാണ്. പുറകിൽ നിന്ന് ഫറവോൻ, മുമ്പിൽ ചെങ്കടൽ. ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മുമ്പിൽ ചെങ്കടൽ, ഉറവേൽ മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ശത്രു. ഓ സ്തോത്രം. കൂരിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓ ക്ലൗഡിയായിട്ട് ഉള്ള സ്കൈ. നിങ്ങൾ ആ സാഹചര്യത്തെ നോക്കുക. പ്രാർത്ഥിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി തന്നതാണ്. ഓ സ്തോത്രം. മുൻപോട്ടൊരു വഴിയും കാണുന്നില്ല. ആ സമയത്ത് അവർ ഈ 15:2 അവർ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പറയുക? ദൈവം ഞങ്ങളുടെ ബലം, ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്, their song and their salvation. ദൈവം ഞങ്ങളുടെ ബലവും, ദൈവം ഞങ്ങളുടെ പാട്ടും, ദൈവം ഞങ്ങളുടെ രക്ഷയുമാണ്. ഇന്ന് പകൽക്കാലം വഴികൾ കാണാതെ ചെങ്കടൻ്റെ മുൻപിൽ നിൽക്കുന്നത് പോലെ, ഓ സ്തോത്രം, വഴിയെ കാണാൻ കഴിയാതെ വ്യക്തതകളില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പെസിഫിക്കായിട്ട് ദൈവവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. വളരെ സീരിയസ് ടൈമാണ് ഇപ്പം. വളരെ ക്രീം ടൈമാണിത്. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ആവശ്യമൊന്നും കാണത്തില്ലായിരിക്കും. ഷൊറബൽ ഖമനാസിയ. ഓ സ്തോത്രം, സ്തോത്രം. ആവശ്യമുള്ളവർ പ്രാർത്ഥിക്കുക. ഇന്നൊരു ചെങ്കടലിൻ്റെ മുൻപിലാണ് നീയെങ്കിൽ എനിക്ക് വേണ്ടി ചില വഴികൾ വെട്ടിത്തുറക്കപ്പെടേണ്ടതുണ്ട് ഈ മണിക്കൂറുകളിലെന്ന് ചിന്തിക്കുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഇസ്രായേൽ മക്കൾ പാടിയതുപോലെ പാടട്ടെ. ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്, ലോർഡ് ഈസ് മൈ സോങ്, ലോർഡ് ഈസ് മൈ സാൽവേഷൻ. ഹല്ലേലൂയ. അവൻ എനിക്ക് വേണ്ടി, ഹല്ലേലൂയ, അവൻ എൻ്റെ രക്ഷയാണ്. ഓ റബല ശമന. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, നന്ദിയോടെ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, ഈ സമയത്ത് നിന്റെ സന്നിധിയിലായിരിക്കുന്ന നിന്റെ മക്കൾ ആത്മീകമായി വളരെ ശക്തിയോടെ പരിപോഷിക്കപ്പെട്ടവരായി, നല്ല സ്പിരിച്വൽ സ്റ്റാമിന ഉള്ളവരായി, കർത്താവിനാൽ മാനിക്കപ്പെട്ടവരായി എല്ലാ നിലയിലും ശോഭിക്കട്ടെ. വിശേഷമായി ആത്മനിയോഗത്തോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വഴി കാണാതെ, വഴി അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ ഈ പകൽ ഉള്ളുകൊണ്ട് നീറി, ഹൃദയം കൊണ്ട് തകർന്ന്, ഉറക്കം നഷ്ടപ്പെട്ട്
പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഉപവസിച്ചും ഒരു പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വളരെ തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിടുതലിന്റെ കരം കാണാൻ കാത്തിരിക്കുന്ന ജീവിതങ്ങളിൽ, വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ദൈവം, ഓ ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ദൈവം, ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ദൈവം ഈ പകൽ തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രവൃത്തിയായി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യെസ്, ചില പ്രവൃത്തികൾ കർത്താവ് ചെയ്തിരിക്കാൻ സ്തോത്രം. ശക്തമായി നിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷ അവിടുന്ന് ധന്യമാക്കി തന്നതിനായി നന്ദി. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.